മിൻസ് ലൈഫിൻ്റെ പുതിയൊരു ടെക് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മൾ ഫോൺ ലോഞ്ചിനെ കുറിച്ച് പറയാനാണ് വരുന്നത്. OnePlusൻ്റെ OnePlus 8, OnePlus 8 Pro എന്ന ഫോണുകൾ ഈ മാസം ആദ്യം ലോഞ്ച് ചെയ്യാനിരുന്നതാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് അവർ April 14 നീട്ടി വെച്ചതാണ്. പക്ഷേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് OnePlus 8 Proനെ കുറിച്ചിട്ടോ OnePlus 8നെ കുറിച്ചിട്ടോ അല്ല, OnePlus Z എന്ന OnePlusൻ്റെ പുതിയൊരു സീരീസിനെ കുറിച്ചിട്ടാണ്. അഥവാ OnePlus 8 Lite എന്ന പേരിലും ഈ ഫോൺ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ OnePlus Z എന്ന പേരിലായിരിക്കും ലോഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് റൂമേഴ്സ് നമ്മളോട് പറയുന്നത്. ശരിക്കും OnePlus 2015 ആദ്യമായിട്ട് OnePlusന് പുറമെ, അതായത് OnePlusൻ്റെ മെയിൻ സീരീസിന് പുറമെ ആദ്യമായിട്ട് അവർ ഫോൺ ഇറക്കിയത് OnePlus X എന്ന ഫോൺ 2015 അതൊരു പക്ഷേ ഒരു ഹിറ്റ് ഓർ മിസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു ഫോണായിരുന്നു. അത്രമാത്രം വിജയിച്ചില്ല. അവർ ആ സ്ട്രാറ്റജി പിന്നെ അവർ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അവർ പതിയെ ആ ഫ്ലാഗ്ഷിപ്പ് എന്നുള്ള സെക്ഷനിലോട്ട് കടന്ന് അവർ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ പ്രോമിനൻറ്റ് ബ്രാൻഡായിട്ട് മാറുകയാണ് OnePlus ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം OnePlusൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ OnePlus 1 മുതൽ OnePlusനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. OnePlus 3T യൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. OnePlus 3T എക്സലൻറ്റ് ഫോണായിരുന്നു. ആ പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ നോക്കുന്ന സമയത്ത് ഇറ്റ് വാസ് എക്സലൻറ്റ് വാല്യൂ ഫോർ മണി. പക്ഷേ OnePlusന് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി മാറുകയാണ്. അവർ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലോട്ട്, സാംസങ്ങും ആപ്പിളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റിലോട്ട് അവർ കൂടുതൽ ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ OnePlus ഫാൻസിന് അവരെ ആ ഫോൺസ് വാങ്ങാൻ പറ്റുന്നില്ല. കാരണം അവരെ ഫോൺസ് ഇപ്പോൾ 50,000, 48,000, 5,000 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പ്രൈസ് മാറി തുടങ്ങി. OnePlus 8 Proയ്ക്ക് ഏകദേശം 50,000 റേഞ്ചിലായിരിക്കും വരുന്നതാണ് പറയുന്നത്. OnePlus 8 അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും, 40,000 റേഞ്ചിലായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ OnePlusനെ സംബന്ധിച്ച് അവരെ ആ ഫാൻ ബേസിൻ്റെ ഒരു 30,000 അല്ലെങ്കിൽ 25,000 to 30,000 ഇടയിൽ ഫോൺ വാങ്ങാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഫാൻ ബേസിനെ ഹാപ്പി ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് സാംസങ്ങും ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിൽ സാധിക്കുകയില്ല. അപ്പോൾ OnePlus കണ്ടെത്തിയ പുതിയൊരു മാർഗ്ഗമാണ് OnePlus 8 Lite എന്ന ഒരു പുതിയ ഫോൺ ഇറക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ OnePlus Z എന്ന ഫോൺ ഇറക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ വേണ്ടാതെ OnePlus Zനെ കുറിച്ച് പറയാം. OnePlus Z എക്സ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്നത് Redmi K20 Pro അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ ആയിരിക്കും, അല്ലെങ്കിൽ സാംസങ് A സീരീസ്, സാംസങ് A50 ആ ഒരു മിഡ് റേഞ്ച് ആയിട്ടുള്ള 30,000 റേഞ്ചിൽ വരുന്ന ആ സീരീസ് ആയിരിക്കും OnePlus Z അല്ലെങ്കിൽ OnePlus 8മായി ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. 6.4 ഇഞ്ച് 1080p OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നുണ്ടാവുക. പഞ്ച് ഹോൾ ആയിരിക്കും, സെൽഫി ക്യാമറ ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലീക്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഇത് MediaTek Dimensity 1000 എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊസസ്സറാണ് വരുന്നത്. Snapdragon 865ൻ്റെ അതേ പെർഫോമൻസ് വരുന്ന, പക്ഷേ വളരെ കുറച്ചുകൂടി ചീപ്പായിട്ട് കമ്പനികൾക്ക് വാങ്ങാൻ പറ്റാവുന്ന MediaTek എന്ന കമ്പനിയുടെ Dimensity 1000 എന്ന പ്രൊസസ്സറാണ്. നമ്മുടെ ഹൈപ്പഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. ഡിബറ്റാണ് ഇന്ത്യയിൽ തോന്നുന്നു. എനിക്ക് ഈ OnePlus 8 എന്ന ഫോണിലായിരിക്കും ഫസ്റ്റ് ആയിട്ട് വരുന്നത്. സോ എല്ലാവരും അതിനുവേണ്ടി എക്സൈറ്റഡ് ആണ് OnePlus 8 Liteലെ Dimensity 1000ൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്യാമറ എന്ന് പറയുന്നത് ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും, ഒരു മെയിൻ ക്യാമറ ഉണ്ടായിരിക്കും, വൈഡ് ആംഗിൾ, പിന്നെ ഒരു ടെലിഫോട്ടോ ആയിരിക്കും. 4000 mAh ബാറ്ററി, 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ഈ ഒരു സംഭവങ്ങളായിരിക്കും ഉണ്ടാക്കുക. വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ IP റേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആയിരിക്കും. OnePlus ഫാൻസിനെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആയിരിക്കും OnePlus Z എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. OnePlus Z മാർക്കറ്റിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ സെയിൽ ആവാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ പ്രീമിയം ഫോൺസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ. കാരണം OnePlus പോലെയുള്ള ഒരു ബ്രാൻഡ് പ്രീമിയം സെക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രീമിയം സെക്ഷനെ ഐറ്ററേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ OnePlus Z ഓർ OnePlus 8 Lite എന്നുള്ള പറയപ്പെടുന്ന ഫോൺ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവും എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത്. April 14 OnePlus 8 Proൻ്റെ ലോഞ്ചിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഹൈപ്പഡായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് സീക്രസി ആയിട്ടാണ് ഈ OnePlus Z സീരീസിനെ കുറിച്ചുള്ള ന്യൂസുകളൊന്നും പൊതുവെ പുറത്ത് വരുന്നില്ല. അധികം ആ പേര് ഇതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് നല്ല സോഴ്സിൽ നിന്നുള്ള റൂമേഴ്സ് ഉണ്ട്, ഇത് ഓക്കെയാണ്, ഇത് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. OnePlus ആദ്യമായിട്ടാണ് OnePlus Xന് ശേഷം വേറൊരു സീരീസിലുള്ള ഫോൺ ലോഞ്ച് ചെയ്യാനുള്ള ശ്രമം തന്നെ നടത്തുന്നത്. കാരണം OnePlusനെ സംബന്ധിച്ച് ഇത് എസെൻഷ്യലാണ്. കാരണം വേറെ വഴിയില്ല അവർക്ക്. അവരുടെ ഫോൺ പ്രൈസ് റേഞ്ച് വളരെ ഹൈ ആയി തുടങ്ങി. അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ ഒരു ഫോൺ ഇറക്കിയേ തീരുള്ളൂ. അത് അവരെ പെർഫോമൻസും അവരെ സ്പെസിഫിക്കേഷൻസും അവർ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിൽ മറ്റൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് തന്നെ തോന്നുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രധാന സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1080p സ്ക്രീൻ ആയിരിക്കും, 4000 mAh ബാറ്ററി, 30 വാട്ട് ചാർജിങ്, ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ, ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരിക്കും. പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ പറഞ്ഞ MediaTek Dimensity 1000 എന്ന ചിപ്സെറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ OnePlus Z ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് തന്നത്, പ്രധാന ഫീച്ചേഴ്സ് മാത്രം കവർ ചെയ്യുന്നത്. സോ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു OnePlus അതുപോലത്തെ ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ ഫോൺ വാങ്ങണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 14 എന്തായാലും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്നതാണ്. സോ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ തോന്നുന്നു. OnePlus 8 OnePlus 8 Pro കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം.